PSC ബേസിക്സിലേക്ക് സ്വാഗതം. ബയോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്, 10ാം ക്ലാസ്സിലേത്, പുതിയ പുസ്തകത്തിലേത്. ഇതിനകത്ത് പരിണാമത്തിന്റെ വഴികൾ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഈ ഒരു ചാപ്റ്റർ ഒരു ലെങ്തി ചാപ്റ്റർ ആണ്. ഇതിനകത്ത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പഴയ SCERT എന്താണോ പരിണാമവുമായി റിലേറ്റ് ചെയ്ത് പഠിച്ചത് അത്രയും പോർഷൻസും അടുക്കും ചിട്ടയോടും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നാഡീവ്യവസ്ഥയെ പറ്റിയിട്ടും ഈ ഒരു ചാപ്റ്ററിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 2 ദിവസത്തെ ക്ലാസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 വീഡിയോസ് ആയിട്ട് ഇത് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പരിണാമം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യുന്നത് ടെലിഗ്രാം ചാനലിലാണ്. PSC ബേസിക്സ് 1 എന്നാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ നെയിം. അതല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അവൈലബിൾ ആണ്, അതുവഴി ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, യൂട്യൂബ് ചാനലിൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക. നാളത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു കേസ് സ്റ്റഡി ആണ് വന്നിരിക്കുന്നത്. ഒരു കടുത്ത ചുമയായിട്ട് കൊണ്ടുവന്ന ഒരു യുവാവിന് ആദ്യം കൊടുത്ത ആന്റിബയോട്ടിക് ഏക്കാതെ വീണ്ടും അസുഖം വന്നു. അസുഖം വന്നിട്ട് വീണ്ടും ഒരേ രോഗലക്ഷണവുമായിട്ട് യുവാവിനെ ആശുപത്രി പ്രവേശിപ്പിച്ചപ്പോൾ പിന്നെ ഈ പല ആന്റിബയോട്ടിക്കുകൾ ചെയ്തു കൊടുത്ത് നോക്കിയെങ്കിലും ഇദ്ദേഹം മരിച്ചു. ശ്വാസം തടസ്സം മൂലം തന്നെയാണ് മരിച്ചത്. ഇതിൽ നിന്നൊരു കാരണം മനസ്സിലാക്കി ആന്റിബയോട്ടിക്കിനെ പ്രതിരോധിക്കുന്ന രോഗാണുക്കൾ രോഗിയിലെത്തിയിരിക്കുന്നു. ഇത് എവിടെ നിന്നാണെന്ന് കണ്ടെത്തി? അദ്ദേഹത്തിന്റെ DNA വഴിയാണ് കണ്ടെത്തിയത്. അതായത് ബാക്ടീരിയയിലെ DNA മുമ്പ് അതേ രോഗിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത് സൂക്ഷിച്ചിരുന്ന ക്ഷയരോഗാണുക്കളുടെ DNA താരതമ്യം ചെയ്തപ്പോൾ ഒരു പ്രത്യേക ജീന് സംഭവിച്ച മ്യൂട്ടേഷനാണ് ബാക്ടീരിയകളിൽ ആന്റിബയോട്ടിക്കിനോട് പ്രതിരോധ ശേഷി ഉണ്ടാക്കിയതിനെന്ന് കണ്ടെത്തി. അതായത് ഒരു കാലത്ത് നമ്മുടെ ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിച്ചിരുന്ന ആന്റിബയോട്ടിക്കുകളിൽ എന്ത് ചെയ്തു? ഈ ക്ഷയരോഗത്തിന് കാരണമായ ബാക്ടീരിയകൾക്ക് മ്യൂട്ടേഷൻ സംഭവിച്ച സമയത്ത് ഈ ആന്റിബയോട്ടിക്കിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ബാക്ടീരിയകൾക്ക് ഉണ്ടായി എന്ന് മനസ്സിലായി. എൻ്റെ DNA ചേഞ്ച് വന്നു. DNA ഇങ്ങനെ ചേഞ്ച് വരുന്ന പ്രോസസ്സിനെ മ്യൂട്ടേഷൻ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടാണ് ബാക്ടീരിയകൾ ആന്റിബയോട്ടിക്കിന്റെ സാന്നിധ്യത്തിലും പെരുകി രോഗം ഉണ്ടാക്കിയത്. അപ്പോൾ ആന്റിബയോട്ടിക്കുകളെ കൂടി പ്രതിരോധിക്കാൻ ശേഷിയുടെ ഉള്ള ബാക്ടീരിയകളെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊരു സംഭവകഥ വെച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സൂപ്പർ ബഗുകൾ എന്നാണ്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഏറ്റവും പ്രശ്നകരമായ ആന്റിബയോട്ടിക്കുകൾ നമ്മൾ ഉപയോഗിച്ചിട്ട് പോലും അസുഖത്തിനെ തടുക്കാൻ കഴിയുന്നില്ല. കാരണം മ്യൂട്ടേഷൻ വഴി ബാക്ടീരിയകൾക്ക് ആ ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാനുള്ള കഴിവ് സമ്പാദിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ളതിനെയാണ് സൂപ്പർ ബഗുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് സൂപ്പർ ബഗുകൾ? ആന്റിബയോട്ടിക്കുകൾക്കെതിരെ നമ്മുടെ പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകൾ പെരുകുകയും രോഗങ്ങൾക്കിടയാകുകയും ചെയ്യുന്നു. മ്യൂട്ടേഷനിലൂടെ രൂപപ്പെട്ട ഈ പ്രതിരോധ ശേഷി അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. കാലക്രമേണ പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകളുടെ അനുപാതം വർദ്ധിക്കുകയും പല മ്യൂട്ടേഷനുകളിലൂടെ ഒന്നിലധികം ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുന്നതിനുള്ള ശേഷി കൈവരിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ളവയെ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ഇനങ്ങളിലുള്ള സൂപ്പർ ബഗുകളുടെ ആവിർഭാവത്തിൽ നയിക്കുന്നു. ഇതുവഴി എന്ത് സംഭവിക്കും? നിലവിലുള്ള ആന്റിബയോട്ടിക്കുകൾ ഇവയ്ക്കെതിരെ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കത്തില്ല. ഏവയ്ക്കെതിരെ? ഈ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് അല്ലെങ്കിൽ സൂപ്പർ ബഗ് ബാക്ടീരിയകൾക്കെതിരെ നമുക്ക് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ വരും. അതുവഴി നമുക്ക് രോഗങ്ങളെ തടയിടാനും സാധിക്കാതെ വരും. അപ്പൊ അത്തരത്തിലുള്ളതാണ് സൂപ്പർ ബഗുകൾ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്താണ് സൂപ്പർ ബഗുകൾ? പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകൾ പെരുകുന്നതും രോഗങ്ങൾക്കും ഇടയാകുന്നുണ്ട്. ഇത്തരത്തിൽ പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകളെ, ഒന്നിലധികം ആന്റിബയോട്ടിക്കുകളെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റുകളെയാണ് നമ്മൾ സൂപ്പർ ബഗുകൾ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ലാമാർക്കിസം. അതായത് നമ്മൾ ഇന്ന് കാണുന്ന ജീവികളിലേക്ക്, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന പല ജീവികളും പണ്ട് ഭൂമി ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല.
പലതരത്തിലുള്ള മ്യൂട്ടേഷനിലൂടെ ജൈവ വൈവിധ്യം രൂപീകരിക്കപ്പെട്ടു. ഇങ്ങനെ ഉണ്ടായ ജൈവ വൈവിധ്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ആദ്യമായിട്ട് ജീവപരിണാമവുമായി ബന്ധപ്പെട്ട ആദ്യകാല ചർച്ചകൾക്ക് തുടക്കമിട്ട ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്? ഏത് ശാസ്ത്രജ്ഞനാണ്? ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്. ആര്? ലാമാർക്ക്. ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ആരാണ്? ലാമാർക്കാണ്. ആദ്യകാല ചർച്ചയ്ക്ക് തുടക്കമിട്ട ഫ്രഞ്ച് ജീവശാസ്ത്രകാരനാണ് ലാമാർക്ക്. പരീക്ഷയ്ക്ക് ചോദിക്കും, ജീൻ ബാപ്പറ്റിസ്റ്റ് ലാമാർക്ക് ഏത് രാജ്യക്കാരനാണ്? ഫ്രഞ്ച് രാജ്യക്കാരനാണ്. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജീവപരിണാമവുമായി ബന്ധപ്പെട്ട ആദ്യകാല ചർച്ചയ്ക്ക് തുടക്കമിട്ട ഫ്രഞ്ച് ജീവശാസ്ത്രജ്ഞനാണ് ജീൻ ബാപ്പറ്റിസ്റ്റ് ലാമാർക്ക്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ലാമാർക്കിസം എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ആശയം എന്തെന്നറിയപ്പെടുന്നു? ലാമാർക്കിസം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ലാമാർക്കിസം. ഇനി അദ്ദേഹത്തിന്റെ ആശയം എന്താണെന്ന് നമുക്ക് നോക്കാം. ലാമാർക്കിസം പ്രകാരം ആദ്യകാലങ്ങളിൽ ജിറാഫുകൾക്ക് കഴുത്തിന് നീളം കുറവായിരുന്നു. അവ നിലത്ത് നിന്നുള്ള ആഹാരം സ്വീകരിക്കുന്ന നീളം കുറഞ്ഞ കഴുത്തുള്ളവയായിരുന്നു ഈ ജിറാഫുകൾ. ഭക്ഷണ ദൗർലഭ്യം കാരണം ഉയരം കൂടിയ ചില്ലകളിൽ നിന്നുള്ള ഇലകൾ കയറ്റി കഴുത്ത് നീട്ടിയതിന്റെ ഫലമായിട്ടാണ് ജിറാഫിന്റെ കഴുത്തിന്റെ നീളം കൂടിയതെന്ന് ആര് പറഞ്ഞു? ലാമാർക്ക് പറഞ്ഞു. അതായത് പ്രകൃതിയിൽ നിന്നും ആ ഒരു ആർജിച്ച സ്വഭാവങ്ങൾ, അതായത് എന്തുകൊണ്ട്? ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് കഴുത്ത് നീട്ടി പൊക്കം വെച്ച ഈ ഒരു ആർജിത സ്വഭാവങ്ങൾ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് നീളം കൂടിയ കഴുത്തുള്ള ജിറാഫുകളുടെ ആവിർഭാവം ഉണ്ടായി എന്നാണ് ലാമാർക്ക് പറഞ്ഞു വെച്ചത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് പൊക്ക ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്തോ ചെയ്യും? ബസ്സിൽ കൈയെത്തി പിടിക്കും. ബസ്സിൽ കൈയെത്തി പിടിച്ച് നിങ്ങളുടെ കൈയിന്റെ നീളം കൂടിയപ്പോ നിങ്ങളുടെ മക്കൾക്കും കൈക്ക് നീളം കൂടി. എന്ത് ശുദ്ധ മണ്ടത്തരമായിട്ടുള്ളൊരു നിയമമാണല്ലേ. പക്ഷേ ഇത് ഒരു ചർച്ചയ്ക്ക് വഴിതെളിച്ചത് കൊണ്ട് തന്നെയാണ് ഇത് ശ്രദ്ധിക്കപ്പെട്ടത്. പക്ഷെ ഇതെന്താണെന്ന് മനസ്സിലായി പിന്നീട്. ഒരിക്കലും സ്വയാർജിത സ്വഭാവം പാരമ്പര്യ പ്രേഷണം അല്ലെങ്കിൽ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല എന്ന് പിന്നീട് വന്ന ശാസ്ത്രജ്ഞര് തെളിയിച്ചു. എങ്കിലും നമ്മൾ പഠിച്ചു വെക്കണം, സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണ സിദ്ധാന്തം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ലാമാർക്കാണ്. അദ്ദേഹത്തിന്റെ ഈ ആശയങ്ങളെ ലാമാർക്കിസം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി എന്താണ് ഡാർവിനിസം? ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആധുനിക പരിണാമശാസ്ത്ര വീക്ഷണങ്ങൾക്ക് അടിത്തറയിട്ടത് ഇംഗ്ലീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനായ ഇംഗ്ലീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനായ ചാൾസ് ഡാർവിൻ അവതരിപ്പിച്ച പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം അഥവാ ഡാർവിനിസമാണ്. ചാൾസ് ഡാർവിൻ അവതരിപ്പിച്ച പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം അഥവാ ഡാർവിനിസമാണ് ആധുനിക പരിണാമ ശാസ്ത്ര വീക്ഷണങ്ങൾക്ക് അടിത്തറയിട്ടത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം എന്താണ് ചാൾസ് ഡാർവിൻ ചെയ്തത് എന്ന് അറിയണം. ചാൾസ് ഡാർവിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ ചാൾസ് ഡാർവിൻ ആരാണ്? ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാണ്. മറക്കരുത്, ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാണ്. ഇദ്ദേഹമാണ് പരിണാമശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ പരിണാമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു നിയമം കണ്ടെത്തിയത്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിനെ പറ്റി പറയുമെങ്കിൽ 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിലെ ഷ്രൂസ്ബറിയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. എവിടെയാണ്? ഇംഗ്ലണ്ടിലെ ഷ്രൂസ്ബറിയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹം വലിയ വിദ്യാഭ്യാസ പശ്ചാത്തലമുള്ള കുടുംബത്തിലൊക്കെയാണ് ജനിച്ചതെങ്കിലും ശരാശരി വിദ്യാർത്ഥിയായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന് പ്രകൃതി പഠനത്തിൽ അതീവ താല്പര്യം കാണിച്ചു. 1831 അദ്ദേഹത്തിന്റെ 22-ാം വയസ്സിൽ HMS ബീഗിൾ എന്ന കപ്പലിൽ ഭൂപട നിർമ്മാണത്തിനായി 5 വർഷത്തെ യാത്ര അദ്ദേഹം
ആരംഭിച്ചു. അപ്പൊ അദ്ദേഹം പോയ കപ്പൽ റിപ്പീറ്റഡ് PSC ക്വസ്റ്റ്യൻ ആണ്. HMS ബീഗിൾ ആണ് ചാൾസ് ഡാർവിൻ പോയ കപ്പലിന്റെ പേര്. എന്തിനു വേണ്ടിയിട്ടാണ് പോയത്? ഭൂപട നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് പോയത്. ഈ യാത്രയിൽ ഡാർവിൻ തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, ഗാലപ്പഗോസ് ദ്വീപുകൾ തുടങ്ങിയ പ്രദേശങ്ങൾ പര്യവേഷണം ചെയ്തു. അവിടങ്ങളിലെ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വൈവിധ്യം അദ്ദേഹം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തു. 1836 ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയ ഡാർവിൻ അദ്ദേഹം ശേഖരിച്ച വസ്തുക്കളും നിരീക്ഷണ കുറിപ്പുകളും വിശകലനം ചെയ്യുകയും മറ്റു ശാസ്ത്രജ്ഞരുമായി കത്തിടപാടുകൾ നടത്തി ആഴത്തിൽ പഠിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ 22-ാം വയസ്സിൽ പോയ യാത്ര HMS ബീഗിൾ എന്ന കപ്പലിലായിരുന്നു. അത് തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി വന്നത് 1836 ഇംഗ്ലീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനും ജനസംഖ്യാശാസ്ത്രജ്ഞനുമായിരുന്ന തോമസ് മൽത്തൂസ് മനുഷ്യ ജനസംഖ്യ അതിവേഗത്തിൽ വർദ്ധിക്കുമ്പോൾ ഭക്ഷ്യ ഉൽപാദനം അതിനനുസരിച്ച് വർദ്ധിക്കില്ലെന്നും ഇത് ദാരിദ്ര്യം, രോഗം, യുദ്ധം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും വാദിച്ചു. അപ്പൊ ഇതും നമ്മുടെ ചാൾസ് ഡാർവിനെ ഏറെ സ്വാധീനിച്ചു. അപ്പൊ തോമസ് മാൽത്തൂസ് എന്താണ് പറഞ്ഞത്? നമ്മുടെ മനുഷ്യ ജനസംഖ്യ അതിവേഗം വർദ്ധിക്കുന്നെന്ന് പറഞ്ഞ് ഭക്ഷ്യ ഉൽപാദനമൊന്നും അതിനനുസരിച്ച് വർദ്ധിക്കത്തില്ല, ഇത് രോഗത്തിനും ദാരിദ്ര്യത്തിനും യുദ്ധത്തിനും ഒക്കെ കാരണമാകുമെന്ന് മാൽത്തൂസ് പറഞ്ഞു. ഡാർവിൻ തന്റെ പഠനങ്ങൾ തുടരവേ 1858 ബ്രിട്ടീഷ് പ്രകൃതിശാസ്ത്രജ്ഞനായ ആൽഫ്രഡ് റസൽ വാലസിന്റെ പരിണാമ പഠനങ്ങളും ഇദ്ദേഹം ശ്രദ്ധിച്ചു. ജസ്റ്റ് ഓർമ്മിച്ചിരിക്കുക. ഇനി ഡാർവിന്റെയും വാലസിന്റെയും പ്രബന്ധങ്ങൾ ശാസ്ത്രമേളത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. ദെൻ 1859 എന്നാണ് 1859 ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിലൂടെ ഡാർവിൻ തന്റെ ആശയങ്ങൾ വിപുലീകരിച്ച് അവതരിപ്പിച്ചു. തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളെ അന്നത്തെ സമൂഹം എതിർത്തു. കൂടുതൽ തെളിവുകൾ പുറത്തു വന്നതോടെ പരിണാമ സിദ്ധാന്തം ആൾക്കാർ സ്വീകരിക്കാൻ തയ്യാറായി. അപ്പോൾ 1859 ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്, എന്താണ് പുസ്തകത്തിന്റെ പേര്? ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിലൂടെയാണ് ഡാർവിൻ തന്റെ ആശയങ്ങൾ പറഞ്ഞത്. അപ്പോ ഡാർവിൻ ആണ് പരിണാമ സിദ്ധാന്തത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, അല്ലേ? അടുത്തത് ഇനി ഡാർവിൻ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പരിണാമാശയം ആവിഷ്കരിക്കുന്നത് ചാൾസ് ഡാർവിനെ സ്വാധീനിച്ച ദ്വീപുകളാണ് ഗാലപ്പഗോസ് ദ്വീപുകൾ എന്നത്. എന്താണ്? ഗാലപ്പഗോസ് ദ്വീപുകൾ, മറക്കരുത്, ഗാലപ്പഗോസ് ദ്വീപുകൾ. ഈ ഗാലപ്പഗോസ് ദ്വീപുകളിലെ കുരുവികളുടെ കൊക്ക് നോക്കിയപ്പോൾ അതിന് കുറച്ച് വൈവിധ്യങ്ങളുണ്ട്. എങ്ങനെയെന്ന് മനസ്സിലാക്കിയാൽ പല പല തരത്തിലുള്ള ഏകദേശം ഗാലപ്പഗോസ് ദ്വീപുകളിൽ 14ഓളം വ്യത്യസ്ത സ്പീഷീസിൽപ്പെട്ട കുരുവികളുണ്ട്. ഇതില് നമ്മുടെ തറയിൽ വസിച്ചിട്ട് വിത്ത് കഴിക്കുന്നവയുണ്ട്, അതാണ് ഈ വിത്ത് തീനി എന്ന് പറയുന്ന കുരുവികള്. പിന്നെ ഉള്ളത് കള്ളിമുൾ ചെടി ഭക്ഷണമാക്കുന്നത്, അതിന്റെ ചുണ്ടുകൾ ഇതാ ഈ പിക്ചറിൽ കാണാൻ പറ്റും. അവ വേറൊരു രീതിയിലാണ് അതിന്റെ ബീക്സുകൾ ഇരിക്കുന്നത്. അടുത്തത് പൂർവിക കുരുവികളുണ്ട്, പൂർവിക കുരുവികൾ. ഈ പൂർവിക കുരുവികളുടെ ബീക്കുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ വിത്ത് തീനി കുരുവികളുടെയും കള്ളിമുൾ ഭക്ഷണമാക്കുന്ന കുരുവികളുടെയും പ്രാണികളെ ഭക്ഷണമാക്കുന്ന കുരുവികളുടെയും ബീക്കുകൾ വ്യത്യസ്തമാണ്, കൊക്കുകൾ വ്യത്യസ്തമാണ്. അപ്പൊ അതിൽ നിന്നും നമ്മുടെ ഡാർവിൻ പരിണാമ സിദ്ധാന്തം അല്ലെങ്കിൽ പരിണാമാശയം എന്ന ആശയം കൊണ്ടുവന്നു. അതായത് ഈ സ്പീഷീസുകൾ പൊതുവായി കാണിക്കുന്ന മുഖവ്യത്യാസം അവയുടെ കൊക്കിന്റെ ആകൃതിയുടെയും വലിപ്പവും മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ ശരീരഭാഗവും ഒരുപോലെയാണ്. ഇടത്തരം വലിപ്പമുള്ള വിത്തുകൾ കഴിക്കുന്ന കുരുവികളുടെ കൊക്കുകൾ വലിയ വിത്തുകൾ കഴിക്കുന്ന കുരുവികളിൽ നിന്നും പ്രാണികളെ തിന്നുന്ന കുരുവികളിൽ നിന്നും വ്യത്യസ്തമാണ്. കൊക്കുകൾ അവയുടെ ഭക്ഷണ സമ്പാദനത്തിനുള്ള പ്രധാന ഉപാധിയായാണ് ഈ കൊക്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ ആ കൊക്കുകൾക്ക് മാത്രമേ അവിടെ ചേഞ്ച് വന്നിട്ടുള്ളൂ. അപ്പൊ അത് വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു പരിണാമ സിദ്ധാന്തത്തിൽ എത്തിയത്. അപ്പോ ഗാലപ്പഗോസ് ദ്വീപ സമൂഹത്തിലെ കുരുവികളെ വെച്ചിട്ടാണ് ആര് പഠനം നടത്തിയത്? ചാൾസ് ഡാർവിൻ പഠനം നടത്തിയത്. എത്ര സ്പീഷീസുകൾ അവിടെ ഉണ്ടായിരുന്നു? ഏകദേശം 14ഓളം വ്യത്യസ്ത സ്പീഷീസിൽപ്പെട്ട
കുരുവികളെയാണ് പഠനത്തിനായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ പരിസ്ഥിതിയിലെ ഭക്ഷ്യസ്രോതസ്സുകളുടെ ലഭ്യതയ്ക്കനുസരിച്ച് അനുയോജ്യമായ ആകൃതിയോ വലിപ്പമോ ഉള്ള കൊക്കുകൾ കുരുവികൾ അതിജീവിക്കുകയും ആ ഇത് വെച്ചിട്ട് പുതിയ തലമുറകളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് ഡാർവിൻ കണ്ടെത്തിയത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പാർട്ട് പരിസ്ഥിതിക്ക് ഗുണമായ ചില സവിശേഷതകളുള്ള ജീവികൾ അതിജീവിക്കുകയും പ്രത്യുൽപാദനം നടത്തുകയും കൂടുതൽ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇവ പിൽക്കാലത്ത് പുതിയ ജീവിവർഗങ്ങളായി മാറുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റ്സുകളുണ്ട്. ഒന്നാമത്തത് അമിതോൽപാദനം. അതായത് പരിസ്ഥിതിക്ക് നിലനിർത്താൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ സന്താനങ്ങളെ ജീവികൾ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു പരിണാമം നടക്കും. അമിതോൽപാദനം ഉണ്ടാവുകയാണെങ്കിൽ പരിസ്ഥിതിക്ക് നിലനിർത്താൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ സന്താനങ്ങളെ ജീവികൾ ഉൽപ്പാദിപ്പിക്കും. ഇനി വ്യതിയാനങ്ങൾ ഉണ്ടാവുമ്പോൾ വലിപ്പം, രോഗപ്രതിരോധം, വിത്തുൽപാദനം പോലുള്ള മിക്ക സവിശേഷതകളിലും ജീവികൾ പരസ്പരം വ്യത്യാസങ്ങൾ കാണിക്കും. ഈ വ്യത്യാസങ്ങൾ ജീവികൾക്ക് ഗുണകരമോ ദോഷകരമോ ആവാം. ഇപ്പൊ വലിപ്പം കൂടുകയാണ്, വലിപ്പം കൂടുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യാണ്, അങ്ങനെ അവർക്ക് താമസിക്കാനുള്ള ഷെൽട്ടർ ഇല്ല, ആ ഒരു അവസ്ഥ വരികയാണ്. അങ്ങനെയാണെങ്കിൽ ആ വലിപ്പം കൂടിയ ജീവികൾ അങ്ങ് മരിച്ചു പോകും. പിന്നെ ഉള്ള ആ സ്പീഷീസിൽ പെട്ട് തന്നെ വലിപ്പം കുറഞ്ഞ ജീവികൾ മാത്രമേ കാണത്തുള്ളൂ. അപ്പം വ്യതിയാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അത് ജീവികൾക്ക് ഗുണകരമോ അല്ലെങ്കിൽ ദോഷകരമോ ആകാനുള്ള സാധ്യതയുണ്ട്. നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരം. അതായത് എന്താണ് നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരം എന്ന് ഉദ്ദേശിക്കുന്നത്? ഭക്ഷണം, സ്ഥലം, ഇണകൾ തുടങ്ങിയ പരിമിതമായ വിഭവങ്ങൾ ജീവികൾ തമ്മിലുള്ള മത്സരത്തിന് നയിക്കുന്നു. ഇതുവഴി ഇതിൽ ആരാണോ ഓക്കെ അല്ലെങ്കിൽ സക്സസ് ആകുന്നത് അവർ മാത്രം നിലനിൽക്കും. അപ്പോൾ മറ്റുള്ള ഇതിന് പറ്റാത്ത ആൾക്കാർ മരിച്ചു പോവും. അപ്പോൾ ഇതിന്റെ ഈ ഓക്കെ ആയ അല്ലെങ്കിൽ സക്സസ് ആയ ആൾക്കാരുടെ തലമുറക്കാരായിരിക്കും മുന്നോട്ട് വരുന്നത്. പിന്നെ തോറ്റു പോകുന്നവരവിടെ ഇല്ലാതായി പോകും. അപ്പോൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരത്തിലും പരിണാമം സംഭവിക്കുന്നുണ്ട്. അർഹതയുള്ളവരുടെ അതിജീവിക്കൽ. അനുകൂല വ്യതിയാനങ്ങളുള്ള ജീവികൾ നിലനിൽപ്പിനായുള്ള മത്സരത്തെ അതിജീവിക്കും. അവ കൂടുതൽ ഫലപ്രദമായിട്ട് പ്രത്യുൽപാദനം നടത്തുകയും പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇനി അനുകൂല വ്യതിയാനങ്ങൾക്ക് പറ്റാത്തവ നശിച്ചു പോവുകയും ചെയ്യും. പ്രകൃതി നിർദ്ധാരണം. അനുകൂല വ്യതിയാനങ്ങൾ വരും തലമുറകളിലേക്ക് കൈമാറുന്നു. കൂടുതൽ വ്യതിയാനങ്ങൾ തലമുറകളായി കുമിഞ്ഞുകൂടി പരസ്പരം പ്രത്യുൽപാദന സാധ്യതയില്ലാത്ത ജീവികൾ ഉണ്ടാവുന്നു. അവ പുതിയ ജീവിവർഗമായിട്ട് മാറുന്നു. അങ്ങനെയാണ് സ്പീഷീസ് ഉണ്ടാകുന്നത്. അപ്പൊ എന്താണ്? അമിതോൽപാദനം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ പരിണാമം ഉണ്ടാവും. വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ അവിടെ പരിണാമം ഉണ്ടാവും. നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരങ്ങൾക്കൊടുവിൽ പരിണാമം ഉണ്ടാവും. അർഹതയുള്ളവരുടെ അതിജീവിക്കൽ വഴി പരിണാമം ഉണ്ടാവും. പ്രകൃതി നിർദ്ധാരണം വഴിയും എന്തുണ്ടാകും? അവിടെ പുതിയ സ്പീഷീസ് ഉണ്ടായി അവിടെ പരിണാമങ്ങൾ സംഭവിക്കപ്പെടും. അടുത്തത് ഇനിയുള്ളതാണ്, ഒരു സസ്യം 100 കണക്കിന് വിത്തുകളെ ഉൽപ്പാദിപ്പിക്കും, എങ്കിലും ചിലത് മാത്രമേ പൂർണ്ണ വളർച്ച എത്തത്തുള്ളൂ. ഇത് നമുക്ക് അറിയാനുള്ള കാര്യമാണ്. ഓക്കെ, ഭൂമിയിലെ മഹത്തായ ദൃശ്യവിസ്മയം. എന്താണ് ഭൂമിയിലെ മഹത്തായ ദൃശ്യവിസ്മയം എന്ന് വിളിക്കുന്നത്? പരിണാമത്തെയാണ് നമ്മൾ ഭൂമിയിലെ മഹത്തായ ദൃശ്യവിസ്മയം എന്ന് വിളിക്കാറുള്ളത്. അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേബിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. 1973 മുതൽ 1859 നമ്മുടെ ചാൾസ് ഡാർവിൻ തന്റെ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചത്. അത് കഴിഞ്ഞ് 1973 മുതൽ 2012 വരെ റോസ്മേരി പീറ്റർ ഗ്രാൻഡ് എന്നീ ശാസ്ത്രജ്ഞര് നമ്മുടെ ചാൾസ് ഡാർവിന്റെ ഗാലപ്പഗോസ് ദ്വീപുകളിലുള്ള കുരുവികളെ കുറിച്ച് പഠനം നടത്തി. ഇവർ കണ്ടെത്തിയത് വരൾച്ച, ഭക്ഷ്യലഭ്യതയിലെ വ്യത്യാസങ്ങൾ എന്നിവ പോലുള്ള പാരിസ്ഥിതിക സമ്മർദ്ദങ്ങളാൽ കുരുവികളുടെ കൊക്കിന്റെ വലിപ്പം, ആഴം, ആകൃതി എന്നിവയിലെ ഘടനാപരമായ മാറ്റങ്ങൾ ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. DNA സീക്വൻസിങ് സാങ്കേതിക ഉപയോഗിച്ച് DNA സീക്വൻസിങ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൊക്കിന്റെ ആഴത്തെയും ബലത്തെയും സ്വാധീനിക്കുന്ന BMP4 ജീനിനെയും കൊക്കിന്റെ ആകൃതിയെ നിർണയിക്കുന്ന
ALX1 ജീനിനെയും അവർ തിരിച്ചറിഞ്ഞു. കാലക്രമേണ ഈ ജനിതക വ്യതിയാനങ്ങൾ വ്യതിരിക്തമായ കൊക്കുകളുള്ള കുരുവികളെ ഗാലപ്പഗോസിലെ വ്യത്യസ്ത പാരിസ്ഥിതിക സ്വഭാവമുള്ള ദ്വീപുകളിൽ രൂപപ്പെടുത്തി എന്ന നിഗമനത്തിൽ അവർ എത്തിച്ചേർന്നു. ഈ ഗവേഷണം ജനിതകശാസ്ത്രം, ശരീരഘടനാശാസ്ത്രം, തന്മാത്രാ ജീവശാസ്ത്രം എന്നീ പഠനങ്ങളിലൂടെ പരിണാമത്തിന് നേരിട്ടുള്ള തെളിവുകൾ നൽകി. അപ്പോൾ ഇതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പരിണാമത്തെ ഭൂമിയിലെ മഹത്തായ ദൃശ്യവിസ്മയം എന്നാണ് വിളിക്കപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, ലാമാർക്കിസവും ഡാർവിനിസവും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കിത് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, ജിറാഫിനെ വെച്ചിട്ടാണ് ലാമാർക്കിസത്തിൽ നിയമം പറയുന്നത്. ലാമാർക്കിസത്തിൽ പറയുന്നത് ആദ്യകാല ജിറാഫുകൾക്ക് നീളം കുറഞ്ഞ കഴുത്തുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഡാർവിനിസത്തിൽ പറയുന്നത് എന്താണ്? നീളം കുറഞ്ഞ കഴുത്തുള്ള ജിറാഫുകളും ഉണ്ടായിരുന്നു, നീളം കൂടിയ കഴുത്തുള്ള ജിറാഫുകളും ഉണ്ടായിരുന്നു. എന്നാൽ ലാമാർക്കിസം പറയുന്നത് ആഹാരം ലഭിക്കുന്നതിനായി ജിറാഫുകൾ അവയുടെ കഴുത്ത് നീട്ടാൻ തുടങ്ങി. കഴുത്ത് നീട്ടിയാണ് അവയ്ക്ക് നീളം വെച്ചത്. എന്നാൽ ഇവര് പറയുന്നത്, ഡാർവിനിസം പറയുന്നത്, ആഹാരത്തിനായുള്ള മത്സരത്തിനിടയിൽ, അതായത് താഴെയുള്ള ഇലകളെല്ലാം തീർന്നു, അപ്പൊ മുകളിലുള്ള ഇലകൾ പിടിക്കണം. അപ്പോൾ ആഹാരത്തിനായുള്ള മത്സരത്തിന്റെ ഇടയിൽ കഴുത്തിന് നീളം കൂടിയ ജിറാഫുകൾ മാത്രം അവയെ അതിജീവിച്ചു. എന്നാൽ കഴുത്തിന് നീളമില്ലാത്തവർക്ക് എന്ത് കിട്ടിയില്ല? ആഹാരം കിട്ടിയില്ല. അങ്ങനെയുള്ള ജിറാഫുകൾ ചത്തൊടുങ്ങിപ്പോയി. അപ്പൊ പിന്നെ അവര് പ്രത്യുൽപാദനം നടത്തിയാലല്ലേ അടുത്ത കഴുത്ത് കുറഞ്ഞ ജിറാഫുകൾ ഉണ്ടാവത്തുള്ളൂ. അപ്പോഴവിടെ മൊത്തം കഴുത്ത് ഉള്ള മാത്രം ജിറാഫുകളായി. അവയുടെ പ്രത്യുൽപാദനമാണ് അവിടെ നടന്നത്. ഇത് ഡാർവിനിസത്തിലാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ലാമാർക്കിസം പറയുന്നത് പരിസ്ഥിതി ജീവികളിൽ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. സോ നിരന്തരമായ ഉപയോഗത്തിലൂടെ കഴുത്തിന് നീളം കൂടിയ ജിറാഫുകൾ രൂപപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അത് തെറ്റാണ്. എന്നാൽ കഴുത്തിന് നീളം കൂടിയ ജിറാഫുകൾ മാത്രം നിലനിൽക്കുകയും പുതിയ ജീവിവർഗമായി അവ മാറുകയും ചെയ്യുന്നു എന്നാണ് ഡാർവിനിസം പറയുന്നത്. അതായത് ജീവികളില് അനുകൂല വ്യതിയാനങ്ങൾ പരിസ്ഥിതി തിരഞ്ഞെടുക്കുന്നു എന്ന് ഡാർവിനിസം പറഞ്ഞു നിർത്തുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് നിയോ ഡാർവിനിസം എന്നാണ്. എന്താണ് നിയോ ഡാർവിനിസം ആണ് ഈ ഭാഗത്ത് നിന്നുള്ളത്. അപ്പോൾ എന്താണ് പറയുന്നത്? ഏതൊക്കെയാണ് വ്യതിയാനങ്ങൾക്ക് കാരണം? ഒന്ന്, ജനിതക മാറ്റങ്ങൾ. അടുത്തത്, ലൈംഗിക പ്രത്യുൽപാദന സമയത്തെ ജനിതക പുനഃസംയോജനം, ജീൻ പ്രവാഹം എന്നിവയാണ്. പോപ്പുലേഷൻ ജെനറ്റിക്സ്, പാലിയോntology, പരിസ്ഥിതി ശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള തെളിവുകളും തുടർ പഠനങ്ങളും ഡാർവിനിസത്തോട് കൂട്ടിച്ചേർത്തിട്ടാണ് നിയോ ഡാർവിനിസം രൂപപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ ജീവപരിണാമവുമായി ബന്ധപ്പെട്ട് ഒത്തിരി ആധുനിക ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഇവല്യൂഷണറി ക്ലിനിക്കൽ മെഡിസിനിൽ ആരോഗ്യ സംരക്ഷണത്തിന് പരിണാമാശയങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ബാക്ടീരിയകളോ വൈറസുകളോ കാലക്രമേണ മരുന്നുകളെ പ്രതിരോധിക്കുന്ന തരത്തിൽ പരിണമിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതോടെ ഇതിലൂടെ പുതിയ ചികിത്സാ മാർഗങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ വെറും ഒരു ചരിത്രം മാത്രമല്ല ഈ പരിണാമ സിദ്ധാന്തം. ബാക്ടീരിയകളോ വൈറസുകളോ ഒക്കെ കാലക്രമേണ എങ്ങനെയാണ് മരുന്നുകളെ പ്രതിരോധിക്കുന്ന തരത്തിൽ പരിണമിക്കുന്നതൊക്കെ പഠിക്കുന്നത് ഈ ഒരു ഇവല്യൂഷണറി തിയറി ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീനുകളും കുടുംബത്തിന്റെ ജനിതക ചരിത്രവും പരിശോധിച്ചിട്ട് പേഴ്സണലൈസ്ഡ് മെഡിസിൻ രൂപകൽപ്പന ചെയ്യുന്നു. നമ്മൾ ചില കുടുംബക്കാരെ എടുത്ത് അറിയാം, ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഒരു അസുഖം വന്നാൽ അത് പാരമ്പര്യമായിട്ട് തുടർന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയുള്ള വ്യക്തികളുടെ ജീൻ പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ ജനിതക ചരിത്രം വെച്ചിട്ട് അവർക്ക് പേഴ്സണലൈസ്ഡ് മെഡിസിൻ കൊടുക്കാനായിട്ട് പറ്റും. അതിനൊക്കെ ഈ ഒരു പരിണാമ സിദ്ധാന്തങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അടുത്തത്, പരിണാമ വൃക്ഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പരിണാമ വൃക്ഷം എന്ന് പറയുമ്പോൾ സ്പീഷീസും ജീനുകളൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആദ്യം എന്ന് പറയുന്നത് ആർക്കിയയും യൂക്കാരിയയും ബാക്ടീരിയകൾ പങ്കിടാത്ത ഒരു പൊതു പൂർവികനുണ്ട്. മൊത്തത്തിൽ ഒരു പൊതു പൂർവികനുണ്ട്. പിന്നെ ഒരു യൂക്കാരിയ, ആർക്കിയ, പിന്നെ ബാക്ടീരിയ, ഇങ്ങനെയുണ്ട്. ഇതിനകത്ത് യൂക്കാരിയയിൽ വരുന്നതാണ് പ്ലാന്റ്, ഫഞ്ച്, അനിമേലിയ, പ്രോട്ടിസ്റ്റ എന്നിവ. ആർക്കിയയിൽ വരുന്നത് ആർക്കിയ ഉണ്ട്, ബാക്ടീരിയ ആണെങ്കിൽ ബാക്ടീരിയാസ് ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ്
ബാലൻസ് മനസ്സിലാക്കുക. നമ്മുടെ ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും തന്നെ ഒരു പൊതുപൂർവികനുണ്ട്. പൊതുപൂർവികനിൽ നിന്ന് പരിണാമം സംഭവിച്ചിട്ടാണ് ബാക്കിയുള്ള ജീവജാലങ്ങൾ ഉണ്ടായിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പൊതുപൂർവിക സ്പീഷീസിൽ നിന്നും പുതിയ സ്പീഷീസുകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് സ്പീസിയേഷൻ എന്നറിയപ്പെടുന്നത്. സ്പീസിയേഷൻ എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ ഒരു പൊതുപൂർവിക സ്പീഷീസിൽ നിന്നും പുതിയ സ്പീഷീസുകൾ ഉണ്ടാക്കുന്നതാണ് സ്പീസിയേഷൻ എന്ന പ്രക്രിയ. ഇതുവഴിയാണ് ഭൂമിയിൽ ജൈവ വൈവിധ്യം രൂപപ്പെട്ടത്. സ്പീഷീസുകളെല്ലാം അവസാനത്തെ ഒരു പൊതുപൂർവികൻ കാണും. ഇതിനെയാണ് അവസാന സാർവത്രിക പൊതുപൂർവികർ എന്നറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ ഒറ്റ ടേം നമ്മൾ ന്യൂമോണിക്സ് ആയിട്ട് ഉപയോഗിക്കും, ലൂക്ക. ലൂക്ക സ്റ്റാൻഡ്സ് ഫോർ ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ എന്നാണ്. ആ ഒരു സ്പീഷീസിലെ അവസാനത്തെ സാർവത്രിക പൊതുപൂർവികൻ എന്നാണ്. ഇതിൽ നിന്നാണ് വ്യത്യസ്ത സ്പീഷീസുകൾ ഉണ്ടായത്. അങ്ങനെ വ്യത്യസ്ത സ്പീഷീസുകൾ ഉണ്ടാകുമ്പോൾ അവരുടെ അടുത്ത പൂർവികനെ അറിയപ്പെടുന്നത് MRCA എന്നാണ്. മോസ്റ്റ് റീസെന്റ് കോമൺ ആൻസിസ്റ്റർ ഉണ്ടാകുമെന്ന് കണക്കാക്കപ്പെടുന്നു. അപ്പൊ ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ രൂപപ്പെട്ടു. അതിൽ നിന്ന് വ്യത്യസ്ത സ്പീഷീസുകൾക്ക് വേണ്ടിയിട്ട് മേക്ക അഥവാ MRCA അഥവാ മോസ്റ്റ് റീസെന്റ് കോമൺ ആൻസിസ്റ്റർ ഉണ്ടാകുന്നു. അപ്പൊ എങ്ങനെയാണ് സ്പീസിയേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നുണ്ട്. ഒരു ജീവിഗണത്തിലെ അംഗങ്ങൾക്ക് പ്രത്യുൽപാദനത്തിലൂടെ വ്യതിയാനങ്ങളുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാമെങ്കിലും അവ ഒറ്റ സ്പീഷീസ് ആയി തന്നെ തുടരും. ഇപ്പൊ നമ്മളും നമ്മളെ മക്കൾക്കും ഒരുപാട് വ്യതിയാനങ്ങളുണ്ട്, പക്ഷെ അവ ഒറ്റ സ്പീഷീസ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ജീവഗണത്തിലെ അംഗങ്ങളെ പാരിസ്ഥിതിക ഘടകങ്ങളോ മറ്റോ, അതായത് മ്യൂട്ടേഷൻ വഴിയോ പ്രകൃതി നിർദ്ധാനം വഴിയോ ജനിതക പുനഃസംയോജനം വഴിയോ പരസ്പരം വേർപെടുത്തിയാൽ കാലക്രമേണ നിരവധി വ്യതിയാനങ്ങൾ കുമിഞ്ഞുകൂടും. ജീവഗണത്തിലെ അംഗങ്ങൾക്ക് പരസ്പരം പ്രത്യുൽപാദനം നടത്തി പ്രത്യുൽപാദനക്ഷമമായ സന്താനങ്ങളെ രൂപപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുകയാണെങ്കിൽ അവ വ്യത്യസ്ത സ്പീഷീസുകളായിട്ട് പരിണമിക്കും. ഇങ്ങനെയാണ് സ്പീസിയേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇതുവഴിയാണ് ഭൂമിയിൽ ജൈവ വൈവിധ്യം ഉണ്ടാകുന്നത്. അപ്പൊ എന്താണ് ലൂക്ക, എന്താണ് MRCA എന്നൊക്കെ അറിഞ്ഞിരിക്കുക. ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ തീർച്ചയായിട്ടും ടെലഗ്രാമിൽ ഡിസ്കസ് ചെയ്യും. ടെലഗ്രാമിൽ നിങ്ങൾ വരിക. പരിണാമത്തിന്റെ തെളിവുകൾ, എവിഡൻസ് ഓഫ് എവല്യൂഷൻ. ജീവപരിണാമത്തിന് ഉപോത്ഭകമായ പല തെളിവുകൾ ഉണ്ട്. ജീവികളിലെ തന്മാത്രകളുടെ താരതമ്യ പഠനം മുതൽ ഭൂമിയിലെ ജീവികളുടെ വിന്യാസം വരെയുള്ള പഠനങ്ങൾ ജീവികൾ തമ്മിലുള്ള പരസ്പര ബന്ധം മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. ഇത്തരത്തിൽ തന്മാത്രാ ജീവശാസ്ത്രം അഥവാ മോളിക്കുലാർ ബയോളജി വഴി എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നോക്കാം. നമ്മൾ ഒരു ജീവിയിലെ DNA ന്യൂക്ലിയോടൈഡുകളുടെ ക്രമം, ന്യൂക്ലിയോടൈഡ് ആണ് DNA അടിസ്ഥാന ഘടകം എന്ന് പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഒരു ജീവിയിലെ DNA ന്യൂക്ലിയോടൈഡുകളുടെ ക്രമവും പ്രോട്ടീനുകളിലെ അമിനോ ആസിഡിന്റെ ക്രമവും മറ്റ് ജീവികളുടേതുമായി താരതമ്യം ചെയ്യുന്നതിലൂടെ ജീവികളുടെ പരിണാമപരമായ ബന്ധം കണ്ടെത്താം. അപ്പൊ ജീവികളുടെ പരിണാമപരമായ ബന്ധം കണ്ടെത്താനുള്ള ഒരു മെത്തേഡാണ് തന്മാത്രാ ജീവശാസ്ത്രം. ഇതിൽ ചെയ്യുന്നത് ഒരു ജീവിയിലെ DNA ന്യൂക്ലിയോടൈഡുകളുടെ ക്രമവും പ്രോട്ടീനിലെ അമിനോ ആസിഡുകളുടെ ക്രമവും മറ്റ് ജീവികളുമായി താരതമ്യം ചെയ്യും. അപ്പോൾ നമുക്കറിയാവുന്നതാണ് നമ്മുടെ ഹീമോഗ്ലോബിലെ ശ്വസന വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ. ഇതിലെ പ്രോട്ടീൻ തന്മാത്രയാണ് ഗ്ലോബിൻ. അപ്പൊ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് ശ്വസന വർണ്ണകമായ ഹീമോഗ്ലോബിനിലെ പ്രോട്ടീൻ തന്മാത്ര ഏത്? അത് ഗ്ലോബിൻ ആണ്. അപ്പൊ മനുഷ്യരിലെ ഗ്ലോബിൻ തന്മാത്രയിലെ ബീറ്റ ശൃംഖലയിലെ അമിനോ ആസിഡുകളുടെ ക്രമീകരണം നമ്മൾ മറ്റ് ജീവികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചിമ്പാൻസിയിൽ അത് 0 വ്യത്യാസം മാത്രമേ ഉള്ളൂ. എങ്ങനെയാണോ നമ്മുടെ ഗ്ലോബിന്റെ തന്മാത്ര ഇരിക്കുന്നോ അതേപോലെ തന്നെയാണ് ചിമ്പാൻസിക്ക്. എന്നാൽ ഗൊറില്ലയ്ക്കാണെങ്കിൽ ഒരെണ്ണത്തിന്റെ വ്യത്യാസമാണുള്ളത്, എലിക്കാണെങ്കിൽ 30 എണ്ണത്തിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? താരതമ്യ പഠനം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ പരിണാമം എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. തന്മാത്രാ തലത്തിലുള്ള സാമ്യ വ്യത്യാസങ്ങളെ ശരീരഘടന താരതമ്യം, ഫോസിൽ പഠനം എന്നിവയിൽ നിന്നുള്ള അറിവുകളുമായി ബന്ധിപ്പിച്ചിട്ടാണ് പരിണാമ വൃക്ഷം ചിത്രീകരിക്കുന്നത്. അപ്പൊ പരിണാമ വൃക്ഷം ചിത്രീകരിക്കുന്നത് ഏതു രീതിയിലൊക്കെ എന്ന് ചോദിക്കുകയാണെങ്കിൽ തന്മാത്രാ തലത്തിലുള്ള സാമ്യ വ്യത്യാസങ്ങളെ ശരീരഘടന താരതമ്യം, ഫോസിൽ പഠനം എന്നിവയിൽ നിന്നുള്ള അറിവുകളുമായി ബന്ധിപ്പിച്ചിട്ടാണ് പരിണാമ വൃക്ഷം ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ ഏകദേശം ഒരു പരിണാമ വൃക്ഷം DNA ശ്രേണിയുടെ താരതമ്യമാണ് ഈ ചിമ്പാൻസിയും മനുഷ്യനും ഗൊറില്ലയും കുരങ്ങിൻ്റെയൊക്കെ ആ ഒരു പടം കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് അത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും ആർക്കൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അടുത്തത് ആന്തരിക ഘടനയിലെ താരതമ്യം. അതായത് നമ്മളിപ്പോൾ ആന്തരിക ഘടന താരതമ്യം ചെയ്യുമ്പോൾ പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മനുഷ്യന്റെ കൈയും പൂച്ചയുടെ മുൻകാലുകൾ
തിമിംഗലത്തിന്റെ ഫ്ലിപ്പർ, വവ്വാലിന്റെ ചിറക് എന്നിവയിൽ അസ്ഥികൾ സമാനമാണ്. എന്നാൽ ഈ അവയവങ്ങൾ അവയുടെ ബാഹ്യഘടനയിലും പ്രവർത്തനത്തിലും വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. മനുഷ്യൻ, പൂച്ച, തിമിംഗലം, വവ്വാല് ഇവ ആന്തരിക ഘടനയിൽ ഏകദേശം ഒരുപോലെയാണ്. പക്ഷേ നമ്മൾ അതിന്റെ പ്രവൃത്തി നോക്കുകയാണെങ്കിൽ അത് വ്യത്യസ്തമാണ്, ബാഹ്യഘടന വ്യത്യസ്തമാണ്. അതും പരിണാമപരമായ ഒരു ബന്ധം ഉള്ളതാണ്. അടുത്തത് ഫോസിൽ തെളിവുകളാണ്. നമ്മൾ പറഞ്ഞു ഫോസിൽ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് പരിണാമം വിലയിരുത്തപ്പെടുന്നതെന്ന്. അപ്പോൾ പുരാതന കാലത്തെ ജീവികളുടെ അവശിഷ്ടങ്ങളോ അടയാളങ്ങളോ ആണ് ഫോസിലുകൾ എന്നത്. ഫോസിലുകൾ ജീവപരിണാമ പ്രക്രിയ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഫോസിലുകൾ നൽകുന്ന തെളിവുകളാണ് ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള GK ക്വസ്റ്റ്യൻസ് കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. ജീവപരിണാമം ഒരു ക്രമാനുഗത പ്രക്രിയയാണ്. ജീവന് പരിണാമം സംഭവിക്കുന്നത് എന്താണ്? ക്രമമായി നടക്കുന്ന പ്രക്രിയയാണ്. അതായത് കുതിരകളുടെ പൂർവികരുടെ കാലുകൾ ഇന്നത്തെ കുതിരകളുടേതിനേക്കാൾ ചെറുതായിരുന്നു. പിന്നീട് പരിണാമം സംഭവിച്ചിട്ടാണ് നിലവിലുള്ള കുതിരകളായത്. അടുത്തത് ഇടനില ഫോസിലുകൾ ജീവികൾ തമ്മിലുള്ള പരിണാമപരമായ ബന്ധം തെളിയിക്കുന്നു. ഉദാഹരണം ഉരകം, പക്ഷി എന്നിവയുടെ സ്വഭാവങ്ങളോട് കൂടിയ ആർക്കിയോപ്ടെറിക്സ് ഉണ്ട്. ആർക്കിയോപ്ടെറിക്സ് എന്താണ്? ഉരകം, പക്ഷി എന്നിവയുടെ സ്വഭാവങ്ങളോട് കൂടിയാണ് ആർക്കിയോപ്ടെറിക്സ് എന്നത്. ഇനി ഭൂമിയിൽ മുമ്പ് ജീവിച്ചിരുന്ന നിരവധി ജീവികൾക്ക് വംശനാശം സംഭവിച്ചിട്ടുള്ളതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഫോസിലുകൾക്ക് ഉദാഹരണമാണ് ദിനോസറുകളും മാമത്തുകളും. ഓക്കെ, അടുത്തത് പരിണാമം ഒരു തുടർ പ്രക്രിയ. മിക്ക വൈറസുകൾ എടുത്താലും അവയുടെ ജനിതക വസ്തു ഏതാണ്? RNA ആണ്. DNA അല്ല, RNA ആണ്. വൈറസുകളുടെ കേസിൽ RNA ആണ് ജനിതക വസ്തു. DNA അപേക്ഷിച്ച് RNAക്ക് മ്യൂട്ടേഷനുകൾ, മാറ്റങ്ങൾ സംഭവിക്കാൻ കൂടുതൽ സാധ്യതയുള്ളതിനാൽ RNA വൈറസുകൾ പെട്ടെന്ന് പരിണാമം സംഭവിക്കും. വൈറസുകളുടെ പരിണാമത്തിൽ മ്യൂട്ടേഷനുകൾ നിർണായകമായിട്ട് പങ്കുവഹിക്കുന്നു. കാരണം ചില വൈറസുകൾ ഒരു രൂപത്തിലിരിക്കും, പെട്ടെന്ന് തന്നെ മറ്റൊരു രൂപത്തിലേക്ക് മാറും. ചില മ്യൂട്ടേഷനുകൾ വൈറസുകൾക്ക് അവയുടെ ആതിഥേയ കോശത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാനോ ആന്റിവൈറൽ മരുന്നുകളോട് പ്രതിരോധിക്കാനോ ഉള്ള ശേഷി നൽകും. ഇത് ആതിഥേയ കോശത്തിൽ കൂടുതൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനും പെരുകാനും അവയെ സഹായിക്കും. ഇത്തരം മ്യൂട്ടേഷനുകൾ വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ കാരണമാകുകയും പ്രകൃതി നിർദ്ധാരണം വഴി അവയുടെ വ്യാപനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മൾ കോവിഡ് വന്ന സമയത്ത് കണ്ടതാണ്. പലതരത്തിലുള്ള കോവിഡ് വകഭേദങ്ങളെന്ന് ഉണ്ടായതാണ്. ഇതെല്ലാം മ്യൂട്ടേഷനിലൂടെയാണ് സംഭവിച്ചത്. മിക്ക വൈറസുകളുടെയും ജനിതക വസ്തു ഏതാണ്? RNAക്കാണ്. RNAക്ക് ചേഞ്ച് വന്നിട്ടാണ് അവിടെ എന്തുണ്ടാകുന്നത്? പിന്നെ പുതിയ പുതിയ വക വൈറസുകൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഇതിന് കാരണം ഒരുപാട് അസുഖങ്ങൾ നീണ്ടു പോകാനുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ മ്യൂട്ടേഷനിലൂടെയാണ് ഡെൽറ്റ കോവിഡ് വൈറസ് അതിവേഗം പടർന്നത്. അത് മാത്രമല്ല വാക്സിനുകളെയും പ്രതിരോധ ശേഷിയും മറികടക്കാൻ ഒമിക്രോൺ എന്ന് പറയുന്ന വൈറസിന്റെ ഉണ്ടായ മ്യൂട്ടേഷനും കാരണം ആയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മനുഷ്യൻ്റെ പരിണാമ വൃക്ഷമാണ്. അപ്പോൾ മനുഷ്യൻ്റെ പരിണാമ വൃക്ഷം നോക്കുകയാണെങ്കിൽ കുറേ പൊതു സവിശേഷതകളുണ്ട്. നമ്മുടെ പൊതുപൂർവികരാണ് മനുഷ്യരുടെയും സസ്തനി വിഭാഗത്തിലെ കുരങ്ങന്മാരുടെയും ആൾക്കുരങ്ങുകളുടെയും മനുഷ്യരുടെയും പൊതുപൂർവികർ പ്രൈമൈറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവയുടെ പൊതു സവിശേഷത മറ്റു വിരലുകളോട് സമ്മുഖമാക്കാവുന്ന തള്ളവിരലുണ്ട്, ദ്വിനേത്ര ദർശനമുണ്ട്, പിന്നെ അതുപോലെ ഇങ്ങനെ മുട്ടുകൂന്നിയിരിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് മനുഷ്യൻ എന്തൊക്കെ ഉണ്ടോ ഏകദേശം ഗുണങ്ങളെല്ലാം ഈ പ്രൈമേറ്റുകൾക്കുള്ളതാണ്. കുരങ്ങനും ആൾക്കുരങ്ങുകളും മനുഷ്യരും ഒക്കെ അതിനകത്ത് പെട്ടതാണ്. ഇനി പ്രൈമേറ്റുകൾ പെട്ട മറ്റതാണ് ആന്ത്രോപോയിഡിയ. ഈ ആന്ത്രോപോയിഡിയയിൽ തന്നെ സെർക്കോപിത്തിക്കോയിഡിയയിലുള്ളതാണ് കുരങ്ങ്. കുരങ്ങിന് ചെറിയ മസ്തിഷ്കവും വാലുള്ളവരുമാണ് സെർക്കോപിത്തിക്കോയിഡിയ. ഇനിയുള്ളത് ഹോമിനോയിഡിയാണ്. ഹോമിനോയിഡിയയിലാണ് മനുഷ്യന്മാരുള്ളത്. മനുഷ്യ കുരങ്ങുകളും ഇതിലുണ്ട്. വലിയ മസ്തിഷ്കവും വാലില്ലാത്തവരുമാണ്. ഗിബ്ബൺ, ഒറാങ്ങൂട്ടാൻ, ഗൊറില്ല, ചിമ്പാൻസി, മനുഷ്യരൊക്കെ ഹോമിനോയിഡിയയിൽ പെട്ടതാണ്. ഓക്കെ, ഇനി കുരങ്ങുകൾക്ക് പരിണാമം സംഭവിച്ചിട്ടാണ് അങ്ങനെയെങ്കിൽ നമുക്ക് പറയാൻ പറ്റും മനുഷ്യൻ ഉണ്ടായതെന്ന് പറയാനായിട്ട് പറ്റും. ഇനി നമുക്ക് നോക്കാം പലതരത്തിലുള്ള മനുഷ്യനെയും ചിമ്പാൻസിയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള പരിണാമ കണ്ണികളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് 350 സെന്റിമീറ്റർ ക്യൂബ് മസ്തിഷ്ക വലിപ്പമുള്ള സഹലാന്ത്രോപ്പസ് ചാഡൻസിസ്. ഏതാണ്? സഹലാന്ത്രോപ്പസ് ചാഡൻസിസ്. ഇത് മനുഷ്യ പരിണാമ പരമ്പരയിലെ ആദ്യ കണ്ണിയാണ്. ആഫ്രിക്കയിലെ ചാഡിൽ നിന്നും കണ്ടെടുത്തതാണിത്, സഹലാന്ത്രോപ്പസ് ചാഡൻസിസ്.
അടുത്തത് ആസ്ട്രലോപിത്തിക്കസ് 450 സെന്റിമീറ്റർ ക്യൂബ് മസ്തിഷ്ക വലിപ്പമുള്ളതാണ് ആസ്ട്രലോപിത്തിക്കസ്. ഈ വിഭാഗത്തിൽപ്പെട്ട ജീവികളുടെ ഏതാണ്ട് പൂർണ്ണമായ ഫോസിൽ ആഫ്രിക്കയിൽ നിന്നും കണ്ടെത്തി. അസ്ഥികൂടത്തിന്റെ ഘടന ഇരുകാലുകളിലും നടത്തം സ്ഥിരീകരിച്ചു. ഏതാണ് ആസ്ട്രലോപിത്തിക്കസ്. ദെൻ ഹോമോ ഹബിലിസ് ഫോസിലുകൾ ആഫ്രിക്കയിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. ഇവയുടെ പ്രത്യേകത വലിയ തലയോട് കൈകൾ ഉപയോഗിച്ച് കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ചെറിയ കൂട്ടമായി ജീവിച്ചു, വേട്ടയാടൽ ആരംഭിച്ചു. 600 സെന്റിമീറ്റർ ക്യൂബാണ് അതിന്റെ മസ്തിഷ്ക വലിപ്പം. അപ്പോൾ ഓരോ കാലം കഴിയും തോറും മസ്തിഷ്ക വലിപ്പം കൂടി വരുന്നുണ്ട്. ഫോസിലുകൾ ആഫ്രിക്കയിൽ നിന്നാണ് ഹോമോ ഹബിലിസിൻ്റെത് കിട്ടിയത്. അടുത്തത് ഹോമോ ഇറക്ടസ്. ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഫോസിലുകൾ ലഭിച്ചതാണ് ഹോമോ ഇറക്ടസ്. കാലുകളിൽ നിവർന്നു നടക്കാൻ കഴിവുള്ളവരാണ്. വിശാലമായ നെറ്റിത്തടവും മിശ്രബുക്കുകളും മികവും കൂടിയ കല്ലായുധങ്ങൾ വേട്ടയാടാനും ഇവർ ഉപയോഗിച്ചു. ആരാണ്? ഹോമോ ഇറക്ടസ്. പേര് വെച്ചിട്ട് തന്നെ പറയാൻ പറ്റും, കാലുകളിൽ നിവർന്നു നടക്കാൻ കഴിവുള്ള ഇതാണ് ഏത്? ഹോമോ ഇറക്ടസ്. 900 സെന്റിമീറ്റർ ക്യൂബാണ് മസ്തിഷ്ക വലിപ്പം. അടുത്തത് ഹോമോ നിയാണ്ടർതാലൻസിസ് ആണ്. ആധുനിക മനുഷ്യന്റെ സമകാലികരാണ് ഈ ഹോമോ നിയാണ്ടർതാലൻസിസ്. ചെറുതും ചരിഞ്ഞതുമായ നെറ്റിത്തടം, കട്ടി കൂടിയ പുരുകിത്തടം എന്നിവയുള്ളതാണ്. ഇവർക്ക് ഒരു പ്രത്യേകത, ശവശരീരങ്ങൾ മറവ് ചെയ്തിരുന്നു. 1450 സെന്റിമീറ്റർ ക്യൂബാണ് ഇവരുടെ മസ്തിഷ്കത്തിന്റെ വലിപ്പം. ഹോമോ നിയാണ്ടർതാലൻസിസ് ആണ്. അടുത്തത് ഹോമോസാപ്പിയൻസ്. നമ്മുടെ ആധുനിക മനുഷ്യനാണ് ഹോമോസാപ്പിയൻസ് എന്നത്. സാങ്കേതിക വിദ്യകളും കൃഷിരീതികളും ഒക്കെയുള്ള 1350 സെന്റിമീറ്റർ ക്യൂബ് മസ്തിഷ്കത്തിന് സ്പേസ് ഉള്ള സ്പീഷീസ് ആണ് ആധുനിക മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഹോമോസാപ്പിയൻസ്. ഓക്കെ ആണല്ലോ. അപ്പം മസ്തിഷ്കത്തിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ചിട്ട് ഒരു പരിണാമ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അപ്പം മനുഷ്യന് മസ്തിഷ്ക വികാസം അനുസരിച്ചിട്ടും ഒരു പരിണാമം സംഭവിച്ചിട്ടുണ്ട്. ഇനി നിയാണ്ടർതാലികളും ആധുനിക മനുഷ്യരും എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ, ഒരു കോളം കൊടുത്തിട്ടുണ്ട്. നിയാണ്ടർതാലികൾക്കും ആധുനിക മനുഷ്യർക്കും പൊതുപൂർവിക ജീവിയുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവ രണ്ടും സഹവസിക്കുകയും പരസ്പരം ജീനുകൾ കൈമാറുകയും ചെയ്തു. ആഫ്രിക്കൻ ഇതര ആധുനിക മനുഷ്യർക്ക് ഏകദേശം 1 to 2% നിയാണ്ടർതാൽ DNA ഉണ്ടെന്ന് ജനിതക തെളിവുകൾ കാണിക്കുന്നു. നിയാണ്ടർതാലുകളുടെ മസ്തിഷ്കത്തിന്റെ വലുപ്പം ആധുനിക മനുഷ്യനേക്കാൾ ശരാശരി അല്പം കൂടുതലായിരുന്നു. അവയുടെ മസ്തിഷ്ക ഘടന കാഴ്ചയ്ക്കും ശരീര നിയന്ത്രണത്തിനും കൂടുതൽ അനുയോജ്യമായിരുന്നു. എന്നാൽ ആധുനിക മനുഷ്യരുടെ മസ്തിഷ്കം സാമൂഹിക ഇടപെടലിനും സങ്കീർണമായ ചിന്തയ്ക്കും സഹായകമായി. നിയാണ്ടർതാലുകൾക്ക് 40,000 വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം ഉണ്ടായി എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഉള്ളത് മനുഷ്യരിലെ നാഡീവ്യവസ്ഥയെ പറ്റിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെയുള്ള പോർഷൻസ് വളരെ ഡീപ്പായിട്ട് തന്നെ പഠിക്കുക. അത്യാവശ്യം വേണ്ട പോയിന്റ്സുകൾ എഴുതിയെടുക്കുക. പിന്നെ നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കി ഗ്രാസ്പ് ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെലഗ്രാം ചാനലിലെ ക്വസ്റ്റ്യൻസ് കൂടി വർക്ക് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മനുഷ്യരിലെ നാഡീവ്യവസ്ഥയെ പറ്റിയിട്ടാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് വരാൻ ഉള്ളതാണ്.